ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ശ്രീ അനന്തപത്മനാഭസ്വാമിയുടെ മഹാകൃപ കൊണ്ട് നമ്മൾ നിത്യവും ഭാഗവത സേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഴ്ചയിൽ 3 ദിവസം ഇവിടെ ഈയൊരു സൂം അമ്പലത്തിൽ, സൂം അമ്പലം, നമ്മൾ സൂം അമ്പലത്തിൽ എല്ലാ 3 ദിവസം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഭാഗവതം നമ്മൾ പഠിക്കുന്നു, കേൾക്കുന്നു. ശ്രവണവും കീർത്തനവും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനും വലിയ മഹാസൗഭാഗ്യം എന്താണ് നമ്മുടെ ജീവിതത്തിൽ വരാനുള്ളത്? ഒന്നുമില്ല. കാര്യം സവൈ പുംസ പരോധർമ്മ യഥോ ഭക്തി രഥോക്ഷജെ. നമ്മൾ ഈ ശ്ലോകം പഠിച്ചു 2-ാമത്തെ അധ്യായത്തിൽ, അല്ലേ? 1, 2, 6. പരമമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നുള്ളത്? പരമമായിട്ടുള്ള ധർമ്മം ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാനെ സേവിക്കുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം എന്നുള്ള ഈ നവവിധ ഭക്തിയിലൂടെയാണ് സേവനം സാധിക്കുന്നത്. അതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 9 വിധികളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രവണവും കീർത്തനവും. അപ്പോൾ നമ്മൾ ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രവണത്തിലൂടെയും കീർത്തനത്തിലൂടെയും. ഭഗവാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കീർത്തനമാണ്. കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കീർത്തനം ഹരേകൃഷ്ണ മഹാമന്ത്രം അല്ലെങ്കിൽ കീർത്തനമായിട്ട് ചൊല്ലുന്നത്, അല്ലെങ്കിൽ ശ്ലോകങ്ങൾ വായിക്കുന്നത് മാത്രമല്ല കീർത്തനം. നമ്മൾ ഭാഗവത പാരായണം ചെയ്യുന്നു, ഭാഗവതം ഡിസ്കസ് ചെയ്യുന്നു, ശ്ലോകം വായിക്കുന്നു, വിവർത്തനം, ഭാവാർത്ഥം വായിക്കുന്നു. ഇതും കീർത്തനമാണ്. പരീക്ഷിത്ത് മഹാരാജാവാണ് ശ്രവണം പറയുമ്പോൾ ശ്രവണത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി പറയുന്നു. ഈ നവവിധ ഭക്തിയിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ വ്യക്തികളെ പറയുന്നുണ്ട്. പരീക്ഷിത്ത് മഹാരാജാവാണ് ശ്രവണത്തിൻ്റെ ഗുരു, ശ്രവൺ ഗുരു അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനമുള്ളത്. ഏറ്റവും ഭംഗിയായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ശ്രവിച്ച വ്യക്തി അദ്ദേഹമാണ്. കാര്യം 7 ദിവസവും വെള്ളം കുടിക്കാതെ, ഒന്നും അനങ്ങാതെ അദ്ദേഹം ശ്രീല ശുകദേവ് ഗോസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രീമദ് ഭാഗവതം അദ്ദേഹം പിബത ഭാഗവതം രസമാലയം, ആ ഭാഗവതം അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കീർത്തനം പറയുമ്പോൾ പറയും ശുകദേവ് ഗോസ്വാമി. ശുകദേവ് ഗോസ്വാമിയാണെങ്കിൽ ഭംഗിയായി അതിമനോഹരമായിട്ട് ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നു. ശുകദേവ് പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നു, കേൾപ്പിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് മാത്രമല്ല, കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള ഋഷിവര്യന്മാരും വ്യാസദേവനടക്കം നാരദമുനി എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഈ ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നടന്നത് ശൗനകാദി ഋഷികളും സൂതഗോസ്വാമിയും തമ്മിലുള്ള നൈമിഷാരണ്യത്തിൽ നടന്നിട്ടുള്ള ഭാഗവതം, അവിടെ നടന്നിട്ടുള്ളതും ശ്രവണം കീർത്തനവുമാണ്. എന്നാൽ ഇവിടെ ഗംഗാതീരത്ത് പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗയാണോ യമുനയാണോ, ഇനി തർക്കം വേണ്ട, യമുനയാണ് എന്ന് പറയുന്നു, ഗംഗയാണെന്നും പറയുന്നു. രണ്ടും ആണെങ്കിൽ നമ്മൾ അംഗീകരിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് യമുനാ തീരത്ത് ഇരുന്ന് ഭാഗവതം കേൾക്കുമ്പോൾ അവിടെ വരിഷ്ഠരായിട്ടുള്ള എല്ലാവരും ഉണ്ട്. ആരും ഇല്ലാത്തതില്ല. പരശുരാമൻ, വ്യാസദേവൻ, പരാശരമുനി, വസിഷ്ഠമുനി, മറ്റുള്ള യുഗങ്ങളിൽ നിന്നുള്ള, അതായത് ത്രേതായുഗത്തിലെ വിശ്വാമിത്രനും വസിഷ്ഠമുനിയും അവരൊക്കെ എല്ലാവരും ഉണ്ട്. അവരും എന്താണ് ചെയ്തത്? ശ്രവണം കീർത്തനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാൾ കീർത്തനം ചൊല്ലുന്നു, അതായത് ഒരാൾ ശുകദേവ് ഗോസ്വാമി ഭാഗവതം പറയുന്നു, മറ്റുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് നിത്യമായിട്ടുള്ള നമ്മുടെ ധർമ്മമാണ്, നിത്യധർമ്മമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജൈവധർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനും വലിയൊരു കാര്യം ചെയ്യാനില്ല ജീവിതത്തിൽ എന്നുള്ളത്. നിത്യധർമ്മം ശുകദേവ് ഗോസ്വാമിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും, പരീക്ഷിത്ത് മഹാരാജും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതും, സൂത ഗോസ്വാമിയും ശൗനകാദി ഋഷികളും ചെയ്തുകൊണ്ടിരുന്നതും തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ആ ഒരു ലെവൽ അല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ അവരുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒരു അവരുടെ ശ്രവണം കീർത്തനം ഒരു മഹാസാഗരം പോലെയാണെങ്കിൽ നമ്മൾ അതിലെ ഒരു ചെറിയൊരു
തുള്ളി വെള്ളം മാത്രം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ശ്രമിക്കുന്നു ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഭഗവാന് സന്തോഷമാവാൻ ഇതിനും വേറെ ഒന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഈ ഒരു യജ്ഞം, ഇതൊരു യജ്ഞമാണ്. ശ്രവണം കീർത്തനം യജ്ഞം, ശ്രവണ കീർത്തന യജ്ഞം, ഭാഗവത യജ്ഞമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗവത യജ്ഞത്തിൽ ഭഗവാൻ തീർച്ചയായും പ്രീതിപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാര്യം നമ്മുടെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമ്മുടെ ഉദ്ദേശം ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ശുദ്ധീകരണം നടക്കുന്നു, അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ടയും ഇല്ല. കൂടുതൽ ഇതിൽ ആളുകൾ കൂടുതൽ വന്നാലും കുറഞ്ഞു വന്നാലും എല്ലാം ഒരേപോലെയാണ്. എന്നാലും നമ്മൾ ഈ ഒരു അവസരം ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും ചർച്ച ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ പാഴാക്കാതിരിക്കുക. ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സമയം വളരെ വളരെ കുറച്ചേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ജീവിതത്തിൽ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല. ഹാർട്ട് അറ്റാക്ക് വരാം, ആക്സിഡൻറ്റ് സംഭവിക്കാം, അല്ലെങ്കിൽ എന്തും സംഭവിക്കാം. അപ്പോൾ ഇന്ന് വേണ്ട, നാളെ നമുക്ക് ഭാഗവതം കേൾക്കാം, മറ്റന്നാൾ കേൾക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല ഭാഗവതം നാമമൊക്കെ. ഭഗവാന്റെ തിരുനാമം ജപിക്കലാണെങ്കിലും ഭാഗവതം കേൾക്കുന്നതാണെങ്കിലും വായിക്കുന്നതും പഠിക്കുന്നതും ചർച്ച ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാളേക്ക് മാറ്റിവെക്കേണ്ട, പോസ്റ്റ്പോൺ ചെയ്യുന്ന കാര്യങ്ങളല്ല. കാര്യം നാളെ ഇതിനുള്ള അവസരം കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ അവസരവും നമ്മൾ പാഴാക്കാതെ, ഭഗവാൻ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അത് നമ്മൾ പാഴാക്കാതെ മുന്നോട്ട് പോവുക. നമ്മളെല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക, നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രമം നടത്തുക. ബാക്കി ഭഗവാൻ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 28-ാമത്തെ ശ്ലോകം, 3-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകമാണ് അവസാനം പഠിച്ചത്. അപ്പോൾ ഭഗവാന്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. 6-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെ 22 അവതാരങ്ങളെക്കുറിച്ച് അവിടെ ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജനോട് പറയുന്നു, അല്ലെങ്കിൽ സൂത ഗോസ്വാമി ശൗനകാദി ഋഷികളോട് പറയുന്നു. ശൗനകാദി ഋഷിമാരുടെ 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് അത് പറയുന്നത്. എന്നാൽ ഈ 22-ൽ കൃഷ്ണനും ബലരാമനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അവതാരി പുരുഷനായിട്ടുള്ള ഭഗവാൻ, അവതാരി പുരുഷനായിട്ടും കൃഷ്ണൻ ഇവിടെ ഭൗതിക ലോകത്തിലേക്ക് അദ്ദേഹം ലീലകൾ ചെയ്യാൻ വേണ്ടി അവതരിക്കുന്നു. ആ ഒരു കാരണമുള്ളത് കൊണ്ട് ആ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഇവിടെ സൂത ഗോസ്വാമി അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പറയുന്നു, 28-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുന്നു, ശ്രീമദ് ഭാഗവതത്തിൻ്റെ പരിഭാഷാ സൂത്രം എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഏതേ ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗേ യുഗേ. യുഗയുഗങ്ങളിൽ അദ്ദേഹം അവതരിക്കുന്നു. ഇന്ദ്രാരി വ്യാകുലം ലോകം. ഇന്ദ്രൻ, നമ്മുടെ ഇന്ദ്രദേവൻ. ഇന്ദ്ര അരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ശത്രുക്കൾ, അതായത് അസുരന്മാർ. ചുരുക്കം പറഞ്ഞാൽ അസുരന്മാർ ഇവിടെ ലോകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സമയത്ത് മൃഡയന്തി, ഭഗവാൻ മൃഡയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ വേണ്ടി, ആളുകളെ സംരക്ഷിക്കാൻ, ഇവിടെയുള്ള ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി യുഗങ്ങൾ പല യുഗങ്ങളിലും അദ്ദേഹം അവതരിക്കുന്നു. ഇതാണ് പറയുന്നത് അവസാനത്തെ 2 വരിയിൽ. ആരാണ് ഇവിടെ അവതരിക്കുന്നത്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണൻ വിവിധ അവതാരങ്ങൾ എടുക്കുന്നു. കേശവധൃത വാമനരൂപ, കേശവധൃത നരഹരി രൂപ. അതായത് കേശവൻ നരഹരിയാവുന്നു, കേശവൻ വാമനനാവുന്നു. അതേപോലെ കേശവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ്റെ വിവിധ അവതാരങ്ങളെക്കുറിച്ച് നമ്മളിപ്പോൾ 22 അവതാരങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പല ടൈപ്പ് ഓഫ് അവതാരങ്ങൾ നമ്മൾ പറഞ്ഞു. ലീലാവതാരങ്ങളുണ്ട്, യുഗ അവതാരങ്ങളുണ്ട്, ഗുണാവതാരങ്ങളുണ്ട്, ശക്തി ആവേശ അവതാരങ്ങളുണ്ട്, മന്വന്തര അവതാരങ്ങൾ, അങ്ങനെ പല പേരുകളിൽ നമ്മൾ അല്ലെങ്കിൽ അറിയപ്പെടുന്നുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ഫൗണ്ടൻ ഹെഡ്, അല്ലെങ്കിൽ ഇതിനെല്ലാത്തിൻ്റെയും ഉറവിടം ആരാണ്? ഭഗവാനാണ്. അവതാരി ആരാണ്? കൃഷ്ണനാണ്. ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണ് എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പഠിച്ചു. ഇനി ആർക്കും ഒരു സന്ദേഹം അല്ലെങ്കിൽ സംശയം വേണ്ട ഹൃദയത്തിൽ. കൃഷ്ണനാണ് പരമദിവ്യത്വം പുരുഷൻ എന്നുള്ളതിന് അതിനൊരു സംശയം വേണ്ട. വിഷ്ണുവാണോ
അതോ നാരായണനാണോ, അതോ ഇനി മഹാദേവനാണോ, ശിവനാണോ, അതോ ഇനി വേറെ ഏത് അവതാരങ്ങൾ വേണമെങ്കിൽ എടുത്തോളൂ. അപ്പോൾ ഉറപ്പിച്ച് പറയാം, ഭാഗവതം പറയുന്നു 1:3:28. ഇനി വേറെ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ശീലജീവ ഗോസ്വാമി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ഭാഗവതത്തിലെ 1:3:28 പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെ അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് തന്നെ ഒരുപാട് 18,000 ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിൽ, പല സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹം എടുത്ത് കൃഷ്ണ സന്ദർഭത്തിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യമാണെന്ന് അദ്ദേഹം തെളിയിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ കൃഷ്ണ സന്ദർഭം പഠിക്കാനുള്ള സമയമായിട്ടില്ല, എന്നാൽ അതിലവിടെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. കാര്യം ഇത് പറയുന്ന സാഹചര്യം കൂടെ നമ്മൾ ഓർക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ശൗനകാദി ഋഷികൾ അത് ആക്സെപ്റ്റ് ചെയ്തു. സൂത ഗോസ്വാമി പറഞ്ഞത് നേരത്തെ പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുകദേവ് ഗോസ്വാമി പറയുമ്പോൾ അവിടെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, വ്യാസദേവനുണ്ട്, നാരദമുനിയുണ്ട്, വശിഷ്ഠമുനിയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. അതായത് ഇല്ലാത്ത ഋഷിവര്യന്മാരില്ല, അല്ലെങ്കിൽ ഇല്ലാത്ത ഭക്തരില്ല. വരിഷ്ഠരായിട്ടുള്ള ആളുകൾ എല്ലാവരും, മറ്റുള്ള സത്യയുഗത്തിലുള്ള ആളുകൾ പോലും എല്ലാവരും ഉണ്ടായിരുന്നു. ഇല്ലാത്തതായിട്ട് ആരുമില്ല. എല്ലാ ദേവതമാരും അല്ലെങ്കിൽ മഹാദേവൻ, ഇവരുടെ എല്ലാവരും സാക്ഷിയായിട്ടാണ് ശുകദേവ് ഗോസ്വാമി പറയുന്നത്. അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല അവിടെ. ഓ, ശുകദേവ് ഗോസ്വാമി അങ്ങ് പറഞ്ഞത് ശരിയല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മഹാദേവൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭക്തനായിട്ടുള്ള നാരദമുനി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം എഴുതിയിട്ടുള്ള വ്യാസദേവൻ പറഞ്ഞിട്ടുണ്ടോ തെറ്റാണെന്ന്? ഇല്ല. ആരും ഒരാൾ പോലും കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ല, ആർഗ്യൂ ചെയ്തിട്ടില്ല. ശുകദേവ് ഗോസ്വാമി പറഞ്ഞ സത്യമായി അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നു, കൈയടിക്കുന്നു. അതിൽ നിന്ന് തന്നെ പ്രൂഫാണ് ഇതെല്ലാം. പ്രൂവ് ചെയ്യുന്നു ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു ലവലേശം പോലും നമ്മുടെ ഉള്ളിലൊരു സംശയം വേണ്ട. ഇനി ഭാഗവതം നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ തന്നെ ഇത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തന്നെ ശുകദേവ് ഗോസ്വാമി 3-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നത്. ഇനി അങ്ങോട്ട് ഇദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭഗവാന്റെ പല ലീലകളും പല അവതാരങ്ങളും ഒക്കെ നമ്മൾ പലതും നമ്മൾ കാണാൻ പോകുന്നു, പഠിക്കാൻ പോകുന്നു. ഭഗവാന്റെ ഭക്തരെക്കുറിച്ചും ദശമസ്കന്ധം വരെ നമ്മളെ ശുകദേവ് ഗോസ്വാമി പതുക്കെ ചെറിയ കുട്ടിയായിട്ടുള്ള നമ്മളെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. കാര്യം ദശമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള അധികാരം വേണം, അതിനുള്ള മെച്യൂരിറ്റി വേണം. അപ്പോൾ മെച്യൂരിറ്റി ആവാൻ വേണ്ടി ഇപ്പോൾ മുതലേ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇനി കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ആ ഒരു വാചകം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക എപ്പോഴും. ഭാഗവതം പഠിക്കുമ്പോൾ മാത്രമല്ല, സദാസമയം നാമം ജപിക്കുന്ന സമയത്താണെങ്കിലും ഭാഗവതം കേൾക്കുമ്പോഴും എപ്പോഴും സദാസമയത്തും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ഫേമായിട്ടുള്ള, മാഞ്ഞു പോവാത്ത തരത്തിൽ ഉള്ള, നമ്മൾ കല്ലിൽ അല്ലെങ്കിൽ പാറക്കല്ലിൽ നമ്മൾ കോറിക്കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയുക ഷാർപ്പായിട്ടുള്ള സാധനം കൊണ്ട് എഴുതി കഴിഞ്ഞാൽ അത് മാഞ്ഞു പോവില്ല. അതേപോലെ നമ്മുടെ ഹൃദയത്തിൽ എഴുതുക, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഓക്കെ, ഇനി മുന്നോട്ട് പോവാം. ബാക്കി എന്താണെന്ന് നോക്കാം. സൂത ഗോസ്വാമിക്ക് ഇനി ബാക്കി എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. 29 ശ്ലോകം. ജന്മഗുഹ്യം ഭഗവതോ യ ഏതത് പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ ഭക്ത്യാ ദുഃഖഗ്രാമാദ് വിമുച്യത്തെ. ഓക്കെ, വരദ മാതാജി. ഓക്കെ, ജി കെ നായർ പ്രഭു ശ്ലോകം ചൊല്ലിക്കോളൂ. വിവർത്തനം. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. പ്രണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 29. ജന്മഗുഹ്യം ഭഗവതോ യ ഏതത് പ്രയതോ നരഃ സായം പ്രാതർഗൃണൻ
ഭക്ത്യ ദുഃഖഗ്രാമാതിമുച്യത്തെ. വിവർത്തനം ശ്രീല പ്രഭുപാദ്. ആരാണോ ഭക്തിയോടെ പ്രഭാതത്തിലും സായാഹ്നത്തിലും ശ്രദ്ധയോടെ ഭഗവാന്റെ ഗുഹ്യമായ ആവിർഭാവങ്ങളെ കുറിച്ച് ഉരുവിടുന്നത് അവന് ജീവിതത്തിന്റെ സർവ്വ ക്ലേശങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഇപ്പോൾ കഴിഞ്ഞ 28ാമത്തെ ശ്ലോകത്തിൽ പരിഭാഷ സൂത്രം എന്ന് പറഞ്ഞു. അതായത് പരിഭാഷ സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗവതത്തിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നു അതിനകത്ത്. കാര്യം ഭഗവാൻ പരമജീവിതം പുരുഷനാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ശ്ലോകമാണ്. ഇനി 29ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോൾ നമ്മൾ ചൊല്ലിയ ശ്ലോകം ജന്മഗുഹ്യം ഭഗവതോ യാ ഏതത് പ്രയതോ നരഹ. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു എന്താണ് പറയുന്നത്. ഭാഗവതം അല്ലെങ്കിൽ ഇതെല്ലാം ഭഗവാന്റെ ഈ അവതാരങ്ങളെക്കുറിച്ച്, ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും, അതായത് ജന്മകർമ്മച്ച മേ ദിവ്യം നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുള്ള. അപ്പോൾ ഭഗവാന്റെ ജന്മത്തെക്കുറിച്ച്, ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത് അവതാരങ്ങളെക്കുറിച്ച്, അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള അവതാരങ്ങൾ ലീലകളെക്കുറിച്ചും, കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ലീലകൾ, ജന്മം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവതാരം. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മം പോലെയല്ല ഭഗവാൻ ചെയ്യുന്ന കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന ലീലകൾ. ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ ആവിർഭാവവും ഇതെല്ലാം ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ നിത്യവും ആരാണോ പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ കേൾക്കുന്നത്, ഭക്തിയോടുകൂടി ആരാണോ അത് ചെയ്യുന്നത്, ഭക്തിയോടുകൂടി ആരാണോ നിത്യവും ഇത് പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് ഭഗവാന്റെ ആവിർഭാവത്തെക്കുറിച്ചും ഭഗവാന്റെ ലീലകളും, അങ്ങനെയുള്ളവർക്ക് എന്താ പറയുന്നത്, എല്ലാവിധ ക്ലേശങ്ങളും നഷ്ടമാവുന്നു, അല്ലെങ്കിൽ എല്ലാവിധ ക്ലേശങ്ങളും പോകുന്നു. അപ്പോൾ ഈ ഒരു ശ്ലോകത്തെ നമുക്ക് ഫലശ്രുതിയായിട്ട് പറയാം. അതായത് നിത്യവും ഭാഗവതം നമ്മൾ കേൾക്കുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന ആ ഫലം എന്താണ് എന്നുള്ളത്, റിസൾട്ട് എന്താണ്, ഫ്രൂട്ട് എന്താണെന്നുള്ളത് ഫലശ്രുതിയാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. ഇതേപോലെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിൽ. അവിടെയും പറയുന്നു ഇതുപോലെ ക്ലേശോകമോഹ ഭയാപഹ എല്ലാം പോകുന്നു. ശൃണ്വതാം സ്വകഥാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോ ഹി അഭദ്രാണി വിദൂനോതി സുഹൃസതാം. അവിടെ പറയുന്നു ഹൃദയത്തിലുള്ള അനർത്ഥങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത്. യസ്യാം വൈശ്രൂനുമാനായാം കൃഷ്ണേ പരമപുരുഷേ ഭക്തിർ ഉത്പത്യതേ പുംസ ശോകമോഹ ഭയാപഹ. അവിടെ പറയുന്നു ഭക്തി, നിത്യം ഭാഗവതം കേൾക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചൊല്ലുന്നവർക്ക് ഭക്തി ഹൃദയത്തിൽ വരുന്നു, കൂട്ടത്തിൽ ശോകവും മോഹവും എല്ലാം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഭാഗവതത്തിൻ്റെ ഫലങ്ങളാണ്, അല്ലെങ്കിൽ ഭാഗവതം നിത്യം പാരായണം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ടുകളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഭാഗവതത്തെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഹരിനാമവും ഭാഗവതവും നമ്മുടെ എല്ലാമാണ്. നാമം, ഭാഗവതം, ഇത് രണ്ടും നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സക്സസ്ഫുള്ളായി. ജീവിതത്തിൻ്റെ ഭാഗമാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യവും അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ആഴ്ചയിൽ ഒരിക്കലോ 3 ദിവസമല്ല, നിത്യവും വായിക്കുക, കേൾക്കുക. വായിക്കാൻ പറ്റുന്ന ദിവസം വായിക്കുക, വായിക്കാൻ പറ്റാത്ത ദിവസം കേൾക്കുക, കേൾക്കാൻ പറ്റാത്ത ദിവസം വായിക്കുക, അല്ലെങ്കിൽ കേൾക്കാനും വായിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്യുക. ഭാഗവതം അങ്ങനെയാണ്. അതേപോലെ നാമമാണെങ്കിൽ അത് പിന്നെ എല്ലാ ദിവസവും അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തി ചൊല്ലിയേ പറ്റൂ. കാര്യം യുഗധർമ്മമാണ്, മാറ്റി നിർത്താൻ സാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ശീല ഗുരുമഹാരാജ് അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതായത് നമ്മൾ 3 മണിക്കൂറെങ്കിലും ഒന്നില്ലെങ്കിൽ ഭാഗവതം കേൾക്കണം 3 മണിക്കൂർ, അല്ലെങ്കിൽ 3 മണിക്കൂർ ഭാഗവതം വായിക്കണം, അല്ലെങ്കിൽ ചർച്ച ചെയ്യണം. അതായത് അദ്ദേഹം പറയുന്നതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം എപ്പോഴും ഭഗവാനിലായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് നിത്യവും ഭാഗവത സേവനം എന്ന് പറയുന്നത്. നിത്യം ഭാഗവത സേവയെന്ന് അവിടെ നമ്മൾ വായിച്ചിട്ടുണ്ട് ശ്ലോകം, അല്ലേ? നിത്യം ഭാഗവത സേവയ എന്നുള്ള ശ്ലോകം നമ്മൾ ഓൾറെഡി വായിച്ചു ഇതിനു മുമ്പ്, അല്ലെങ്കിൽ പഠിച്ച ശ്ലോകമാണ്. അവിടെ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ കമൻറ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ടീക്കയിൽ പറയുന്നത്, നിത്യം എന്ന് ഉദ്ദേശിക്കുന്നത് 24 മണിക്കൂറും ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളുന്നില്ല. കാര്യം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇവിടെ. അതായത് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മിനിമം ആയിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അതെല്ലാം ചെയ്യേണ്ടി വരും.
അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പറയുന്നു നമ്മുടെ ദിവസത്തിലെ ഒരു സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് നിത്യവും അത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിത്യവും വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിത്യം കേൾക്കുക. ഇനി കേൾക്കാനും വായിക്കുവാനും സാധിക്കുമെങ്കിൽ രണ്ടും ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യുക. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഉള്ളിൽ കുറച്ചെങ്കിലും ഒരു ദിവസത്തിൽ അതിനു വേണ്ടി സമയം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഇപ്പോൾ നാമത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഭാഗവതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കാര്യം കവചം ആവശ്യമുണ്ട്. നമ്മൾ കലിയുഗത്തിലാണ് ഇരിക്കുന്നത്, നമുക്ക് കവചം ആവശ്യമുണ്ട്. അതായത് മായ എവിടെ നിന്നാണ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകണമെന്ന് അറിയില്ല. അതുകൊണ്ട് കവചമാണ് നാമവും ഭാഗവതവും ഒക്കെ. ഇത് കവചമായിട്ട് മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനോടുള്ള സ്നേഹം കൂടുന്നു. മാത്രമല്ല ആ ശുദ്ധഭക്തി നമ്മുടെ ഉള്ളിൽ വരുന്നു. ഇതെല്ലാം ആണ് അതിൻ്റെ മെയിൻ റിസൾട്ട്. പക്ഷേ മാത്രമല്ല, നമ്മളെ സംബന്ധിച്ച് കവചമായിട്ടും ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കവചം നമുക്ക് ആവശ്യമാണ്, വളരെയധികം ആവശ്യമാണ്. ഒരു ആചാര്യൻ പറയുന്നു, നമ്മൾ ഓരോ ദിവസവും നമ്മൾ വെളിയിലേക്ക് പോകുമ്പോൾ, പുറത്ത് പോകുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ച് ഇറങ്ങണം. അതായത്, ഭഗവാനെ, ഞാൻ അഗാസുരൻ്റെ വായിലേക്ക് പോവുകയാണ്. അഗാസുരൻ്റെ വായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണോ? അല്ല. അഗാസുരൻ്റെ വായിലേക്ക്, അഗാസുരനെ നമുക്കറിയാം, ദശമസ്കന്ധത്തിലെ 12ാമത്തെ അധ്യായത്തിൽ പറയുന്നു അഗാസുരൻ്റെ ലീല, അഗാസുരനെ ഭഗവാൻ വധിക്കുന്നത്. അപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള ലീലയാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴാണ് അവിടെ എത്തുന്നത് അപ്പോൾ ചർച്ച ചെയ്യാം. ഒരുപാട് ആചാര്യന്മാർ അതിൽ ദശമസ്കന്ധം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ദശമസ്കന്ധം എന്ന് എത്തുന്നു എന്നോട് ചോദിക്കരുത്. പക്ഷെ ദശമസ്കന്ധത്തിൽ ഓരോ ലീലകളും നമ്മൾ എടുത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് ചർച്ച ചെയ്യാൻ. ഭാഗവതത്തിൽ ശുകദേവ ഗോസ്വാമി പറഞ്ഞതും അതേപോലെ ഓരോ ആചാര്യന്മാർ അതിൻ്റെ ഭാവാർത്ഥം എഴുതിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അതിമനോഹരമാണ്, അതിമനോഹരം. ആ ഒരു ദിവസത്തിന് വേണ്ടി എല്ലാവർക്കും കാത്തിരിക്കാം. എന്തായാലും സമയമുണ്ട്, നമ്മൾ അവിടെ എത്തട്ടെ. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും. എനിവേ, അപ്പോൾ അവിടെ പറയുന്നു, അപ്പോൾ നമ്മുടെ വേറൊരു ആചാര്യം പറയുന്നു, നമ്മൾ ഓരോ ദിവസവും പുറത്ത് പോകുമ്പോൾ പറയുക ഭഗവാനോട്, ഭഗവാനെ, ഞാൻ അഗാസുരൻ്റെ വായിലേക്ക് പോവുകയാണ്. അതായത് ഞാൻ വീട് വിട്ട് നമ്മുടെ വീട്ടിൽ ഭഗവാനുണ്ട്, അല്ലെങ്കിൽ പൂജാമുറി ഉണ്ടാവും, വിളക്ക് കത്തിക്കുന്നുണ്ടാവും, പൂജ ചെയ്യുന്നുണ്ടാവും, അവിടെ ഇരുന്ന് നാമം ജപിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഭാഗവതം കേൾക്കുന്നുണ്ടാവും, പല കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ചെയ്യും. വീട്ടിലിരിക്കുമ്പോൾ നമ്മളെപ്പോഴും അമ്പലത്തിലിരിക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് നമ്മൾ വീടിനെ കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ അഗാസുരനുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ, അമ്പലം പൂജാമുറിയും ഒക്കെ സൈഡിലുണ്ട്, എന്നാൽ ഇവിടെ വീട്ടിൽ മറ്റുള്ള വേറെ കാര്യങ്ങൾ നടക്കുന്നു. എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഭക്തിക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ അഗാസുരനുണ്ട്. എന്നാൽ അല്ലാത്ത ഭക്തരുടെ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ അഗാസുരൻ്റെ വായിലേക്ക് പോകുന്ന പോലെയാണ്. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. എങ്ങനെയാണോ ഭഗവാന്റെ കൂട്ടുകാർ അഗാസുരൻ്റെ വായിലേക്ക് കയറുന്ന സമയത്ത് അവരെല്ലാവരും ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കുന്നുണ്ട്. കാര്യം കൃഷ്ണൻ ഒരുപാട് പുറകിലായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും ആദ്യം കയറുക ചെയ്യുന്നത്, കൃഷ്ണൻ പുറകിലായിരുന്നു. കൃഷ്ണൻ കാണുന്നുണ്ട് ഇവർ കയറുന്നത്, കയറരുത് എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അങ്ങനെ അവർ കയറുന്ന സമയത്ത് അവസാനം അവർ അകത്തെത്തുന്നേക്കാൾ മുമ്പ് ഭഗവാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി കാര്യം ആ കൂട്ടത്തിൽ രണ്ടഭിപ്രായമുള്ള കൂട്ടുകാരുണ്ടായിരുന്നു. അതായത് ചില കൂട്ടുകാർ പറഞ്ഞു ഇത് പാമ്പാണ്, അതുകൊണ്ട് നമ്മൾ കയറരുത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ചില കൂട്ടുകാരിൽ കുറച്ച് പേര് പറഞ്ഞു ഇത് പാമ്പൊന്നുമല്ല, ഇത് മനോഹരമായിട്ടൊരു ഗുഹയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. അങ്ങനെ പല അഭിപ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഈ അഭിപ്രായമൊക്കെ എല്ലാം മാനിച്ചുകൊണ്ട് അവരെല്ലാവരും കൂടെ അവസാനം കൺക്ലൂഷനിലെത്തി, യെസ്, നമുക്ക് അകത്തോട്ട് പോകാമെന്ന് എന്ന് തീരുമാനിച്ച സമയത്ത് അവർ ഒന്ന് തിരിഞ്ഞു നോക്കി ഭഗവാനെ കാണുന്നുണ്ട്, എല്ലാവരും കൃഷ്ണനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കൂട്ടത്തിലുള്ള കൂട്ടുകാർ പറയുന്നുണ്ട്, ഇനി എങ്ങാനും ഇതൊരു സർപ്പമാണെങ്കിലും പാമ്പാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കണ്ണനുണ്ട് പുറകിൽ, കണ്ണൻ നോക്കിക്കോളും. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവരകത്ത് കയറുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഗുരു ഒരു ആചാര്യൻ പറയുവാണ്, നമ്മൾ ഓരോ ദിവസവും പുറത്തു പോകുമ്പോൾ അഗാസുരൻ്റെ വായിലേക്ക് കയറുന്ന പോലെയാണ്. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഭഗവാനെ, അഗാസുരൻ്റെ വായിലേക്ക് കയറാൻ പോവുകയാണ്, മായ നമ്മളെ പിടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് സമയാസമയങ്ങളിൽ എന്നെ അങ്ങയെക്കുറിച്ച്
ഉള്ള അങ്ങയുടെ നാമവും അല്ലെങ്കിൽ അങ്ങയെക്കുറിച്ചുള്ള സ്മരണ എനിക്ക് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർമ്മിപ്പിക്കണേ ഈ ഒരു കാര്യം എന്നുള്ളത് പറയുവാണ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണേ, എന്നെ സംരക്ഷിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന ചെയ്യുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ അത് ഓർമ്മ വന്നു. ഇത് എന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ, നമ്മൾ ഭാഗവതം കേൾക്കുന്നതും അല്ലെങ്കിൽ ഭാഗവതം ചർച്ച ചെയ്യുന്നതും നാമം ജപിക്കുന്നതിൻ്റെയൊക്കെ ശക്തിയെക്കുറിച്ച്, ഫലശ്രുതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചർച്ച ചെയ്തതാണ് ഇതെല്ലാം. ഓക്കെ, ശ്ലോകം 30. ഏതത് രൂപം ഭഗവതോ ഹി ആരൂപസ്യ ചിദാത്മനഃ മായാ ഗുണൈർവിരചിതം മഹാദാദിഭിരാത്മനി. സന്ധ്യ മോഹൻ മാതാജി ഉണ്ടോ? ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ വായിച്ചോട്ടെ? ഞാൻ വരദ എന്ന് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചു. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതത് രൂപം ഭഗവതോ ഹി അരൂപസ്യ ചിദാത്മനഃ മായാ ഗുണൈർവിരചിതം മഹദാദിഭിരാത്മനി. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ഭൗതിക ലോകത്തിലെ ഭഗവാന്റെ വിരാട് രൂപം എന്ന സങ്കല്പം കാൽപ്പനികമാണ്. ഭഗവാന് രൂപമുണ്ടെന്ന ആശയം ഉൾക്കൊള്ളാൻ അല്പബുദ്ധികളെ, അതായത് ആരംഭ നിലയിലുള്ളവരെയും പ്രാപ്തരാക്കുന്നതിനാണിത്. എന്നാൽ വാസ്തവത്തിൽ ഭഗവാന് ഭൗതിക രൂപമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. അപ്പോൾ ഇത്രയും പറഞ്ഞു 29 ശ്ലോകം വരെ നോക്കിക്കഴിഞ്ഞാൽ 27 ശ്ലോകം, അല്ലെങ്കിൽ നമ്മൾ ആ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞു, പിന്നെ പരിഭാഷ സൂത്രം കേട്ടു, ഫലശ്രുതി കേട്ടു. ഇതുവരെ ഭഗവാൻ കൃഷ്ണൻ്റെ പല അവതാരങ്ങളെക്കുറിച്ചും ഭഗവാൻ ആണ് പരമദൈവത്വം പുരുഷൻ എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ ആരെങ്കിലും ശ്രദ്ധിച്ചോ, ഇവിടെ വിരാട്ട രൂപത്തെക്കുറിച്ചോ ഭഗവാന്റെ അല്ലെങ്കിൽ വിരാട്ട പുരുഷൻ്റെ ആ ഒരു രൂപത്തെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ഒരു കൂട്ടത്തിൽ 22 അവതാരങ്ങൾ പറഞ്ഞിട്ടില്ല. കാര്യം, വിരാട്ട രൂപം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോം അല്ലെങ്കിൽ നമ്മൾ ഭഗവത്ഗീതയിലുള്ള വിശ്വരൂപം എന്ന് പറയുന്നത് ഒരു അവതാരമായിട്ട് കണക്കാക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ വിരാട്ട രൂപം അല്ലെങ്കിൽ ആ ഭഗവാന്റെ വിശ്വരൂപം എന്ന് പറയുന്നത് ഈ വിശ്വത്തെ മുഴുവനും ആവിഷ്കരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു രൂപമാണ്. അല്ലെങ്കിൽ കാര്യം, ചില ആളുകളുടെ അല്ലെങ്കിൽ ആളുകൾക്ക് ഈ ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠത്തിലുമുള്ള ഭഗവാൻ അവിടെ ഇരിക്കുന്നു, ലീലകൾ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട്. കാര്യം, ആ ഒരു ലെവലിലേക്ക് മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ പലവർക്കും ഈ വിശ്വരൂപത്തിൽ വിശ്വാസമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്നു ഭഗവാൻ സർവ്വചരാചരങ്ങളിലുണ്ട്, സർവ്വവ്യാപിയാണ് ഭഗവാൻ, അതുകൊണ്ട് എവിടെ നോക്കിയാലും ഭഗവാനെ കാണാം. അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ശരീരത്തിൽ വരുന്നു. ഈ ഒരു ധാരണ ഉള്ള ആളുകളുണ്ട്. അവർക്ക് അതിനപ്പുറത്തുള്ള ഒരു വിഷൻ ഇല്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ളൊരു വീക്ഷണം ഇല്ലാത്ത ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിരാട്ട രൂപം ഭഗവാൻ എടുക്കുന്നത്. അപ്പോൾ ഈ വിരാട്ട രൂപം അല്ലെങ്കിൽ വിശ്വരൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിധ പ്ലാനറ്റുകളും കാണുന്നു, അതേപോലെ തന്നെ സൂര്യൻ, ചന്ദ്രൻ എല്ലാം കാണും. എല്ലാം ഭഗവാന്റെ ശരീരത്തിലുണ്ട്. ദേവതമാരെ കാണാം, അസുരന്മാരെ കാണാം, ജീവജാലങ്ങളെ കാണാം, മൃഗങ്ങളെ കാണാം, എല്ലാം കാണാം. സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, ഇതെല്ലാം ഭഗവാന്റെ ശരീരത്തിൽ. ആ ഒരു രൂപത്തെ നമ്മളെ സംബന്ധിച്ച്, നമ്മൾ ശ്യാമസുന്ദരൻ കൃഷ്ണൻ്റെ രൂപത്തെ ആരാധിക്കുന്ന ആളുകൾ ഈ വിശ്വരൂപം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവും. അതാണ് അർജുനനും സംഭവിച്ചത്. അർജുനൻ അവിടെ പറഞ്ഞു, കൃഷ്ണ, ഈ രൂപം കണ്ട് എനിക്ക് പേടിയാവുന്നു, രോമാഞ്ചം വരുന്നു, കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട്. പക്ഷെ അവിടെ രോമാഞ്ചം വരുന്നത് ഭഗവാന്റെ രൂപത്തെ കണ്ടിട്ടുള്ള ആ ഒരു അഷ്ടസ്വാത്വിക വികാരത്തിൻ്റെ ഭാഗമായിട്ടല്ല, പേടിയുണ്ട്. അല്ലെങ്കിൽ അത് പേടി എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അത്ഭുതമായിട്ടുള്ള ഒരു രൂപമാണ്. എനിവേ, അപ്പോൾ വിരാട്ട രൂപം അല്ലെങ്കിൽ വിശ്വരൂപം അവതാരങ്ങളുടെ കൂട്ടത്തിൽ പറയാൻ സാധിക്കില്ല. കാര്യം, മത്സ്യ, കൂർമ്മ, മറ്റുള്ള അവതാരങ്ങളെല്ലാം, നമ്മൾ കണ്ട മറ്റുള്ള അവതാരങ്ങളെല്ലാം, അതെല്ലാം സത്വ. ഇപ്പോൾ ദശാവതാരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം
വിശുദ്ധ സത്വത്തിലുള്ളതാണ്. എന്നാൽ വിരാട്ട രൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, അത് ടെമ്പററി മാനിഫെസ്റ്റേഷനാണ് ഭഗവാന്റെ. ഭൗതിക ലോകത്തെ ആവിഷ്കരിക്കാൻ വേണ്ടി, കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ആവിഷ്കാരമാണ്. അപ്പോൾ ഇവിടെ നമ്മളിനി 30ാമത്തെ ശ്ലോകത്തിൽ ഇതെന്തുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ഒരു കണക്ഷനാണ് നമ്മൾ കൊണ്ടുവരുന്നത്. 30 മുതൽ 34ാമത്തെ ശ്ലോകം വരെ വിരാട്ട രൂപത്തെക്കുറിച്ചാണ് പറയുന്നത് ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കാര്യം. വിരാട്ട രൂപത്തെക്കുറിച്ചും പുരുഷാവതാരങ്ങളെക്കുറിച്ചൊക്കെ, പുരുഷാവതാരങ്ങളും വ്യത്യാസമുണ്ട്, അത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ളതാണ്. എന്നാൽ ഇങ്ങനൊരു കൗണ്ടർ ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതായത് ശൗനകാദി ഋഷികൾക്ക്. അപ്പോൾ അതും കൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ് ഇവിടെ. വിശ്വരൂപം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല എന്ന് ഇവിടെ സൂത ഗോസ്വാമി പറയുകയാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള അവതാരങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു രൂപത്തെക്കുറിച്ച്, വിശ്വരൂപം അല്ലെങ്കിൽ വിരാട്ട രൂപത്തെക്കുറിച്ച് സൂത ഗോസ്വാമി പറയുന്നത്. ഓക്കെ, ശീല പ്രഭുപാദി ഇപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ വിവർത്തനം വായിച്ചു ഇവിടെ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു രൂപം താൽക്കാലികമാണ്, ഇമാജിനറി ആണ്. ഇമാജിനറി എന്ന് ഉദ്ദേശിക്കുന്നത് സാങ്കല്പികം എന്നുള്ളതല്ല, എന്നാൽ താൽക്കാലികമായിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള രൂപമാണ് എന്നുള്ളത്. സാങ്കല്പികം എന്ന് പറഞ്ഞാൽ ഇതൊരു സങ്കല്പമല്ല, ഇങ്ങനെ ഒരു രൂപമുണ്ട് എന്നുള്ളത്. ആക്ച്വലി ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു ഇവിടെ ഇമാജിനറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ തെറ്റായിട്ട് ഉദ്ദേശിക്കരുത്. താൽക്കാലികമായിട്ടുള്ള അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു രൂപമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത്രയും മനസ്സിലാക്കിയാൽ മതി. കാര്യം ഇതൊരു കൺസെപ്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇങ്ങനെയൊരു രൂപം ഭഗവാന് അവിടെ വൈകുണ്ഠ ലോകങ്ങളില്ല. ഇപ്പോൾ മത്സ്യ, കൂർമ്മ, വരാഹ അല്ലെങ്കിൽ മറ്റുള്ള ഏത് അവതാരങ്ങൾ ഭഗവാന്റെ എടുത്തോളൂ, ഈ പറയുന്ന അവതാരങ്ങൾക്ക് ആധ്യാത്മിക ലോകത്തിൽ ഓരോ ലോകങ്ങളുണ്ട്. ഇപ്പോൾ വരാഹദേവനൊരു ലോകമുണ്ട്, സ്ഥലമുണ്ട്. അതേപോലെ ഓരോ അവതാരങ്ങൾ, നരസിംഹദേവൻ്റെ ഒരു ലോകമുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഭഗവാനുണ്ട്, ആ രൂപത്തിലുണ്ട്. ഭഗവാന്റെ ഭക്തരുണ്ട്. ഇപ്പോൾ നരസിംഹദേവനെ ആരാധിക്കുന്നവർ, നരസിംഹദേവൻ്റെ ഭക്തർ പോകുന്നത് നരസിംഹദേവൻ്റെ അടുത്താണ്. നരസിംഹദേവനെ ആ രൂപത്തിൽ ആരാധിക്കുന്നവർ. അപ്പോൾ അവിടെ ആ വൈകുണ്ഠത്തിലെ ഒരു വൈകുണ്ഠ ലോകങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ പോകുന്നു, ഭഗവാനെ സേവിക്കുന്നു. അങ്ങനെ എല്ലാ വരാഹ അവതാരത്തിനും വാമന അവതാരവും എല്ലാവർക്കും ഓരോ ആധ്യാത്മിക ലോകത്തിൽ ഓരോ വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അതെല്ലാം അപ്പോൾ അവിടെയുള്ള ഭഗവാൻ ഇവിടെ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒറിജിനലി അവിടെയുണ്ട്, കൂട്ടത്തിൽ ഇവിടെയുണ്ട്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ഓർക്കണം. കഴിഞ്ഞ ദിവസം ഒരു ഡിവോട്ടി ചോദിച്ചിരുന്നു, അതായത് ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ വന്നാൽ അവിടെ ഭഗവാൻ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിൽ മാത്രമല്ല, ഏതൊക്കെ ബ്രഹ്മാണ്ടത്തിൽ ലീലകൾ നടക്കുന്നു എല്ലായിടത്തും ഭഗവാനുണ്ട്. ഒരേ സമയത്ത് ദാമോദർ ലീല ഇവിടെയും അവിടെയും എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടാവും, നമുക്കറിയില്ല. സോ ഭഗവാൻ അങ്ങനെയാണ്. ഇപ്പോൾ എനിവേ, എന്നാൽ വിരാട്ട രൂപം അല്ലെങ്കിൽ വിശ്വരൂപം എന്ന് പറയുന്നത് അവിടെയില്ല. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഇതൊരു കൺസെപ്ഷനാണ് എന്നുള്ളത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. പിന്നെ ഈ ശ്ലോകത്തിലും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ രൂപം ഭഗവാൻ ആവിഷ്കരിക്കുന്നത് എന്നുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് അതിനേക്കാൾ ഹൈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഭവമാണിത്. പ്രപഞ്ചം മുഴുവനും ഭഗവാനാണ് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിശ്വരൂപം അല്ലെങ്കിൽ വിരാട്ട രൂപം ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ശ്ലോകം 31 നോക്കാം. യഥാ നഭസി മേഘാഗോ രേണുർവാ പാർത്ഥിവോ നിലേ ഏവം ദൃശ്യത്വം ആരോപിതം അബുദ്ധിഭിഃ. ഓക്കെ, നേരത്തെ വിളിച്ച മാതാജി ഉണ്ടോ അവിടെ? സന്ധ്യ മോഹൻ മാതാജി? ഇല്ലെങ്കിൽ ശാന്തകുമാരി അമ്മ ഉണ്ടോ? ഓക്കെ, ഹരേ കൃഷ്ണ. പ്രഭു വായിക്കട്ടെ. ഓക്കെ, വായിക്കൂ. ഓ നമോ ഭഗവതേ വാസുദേവായ. യദാ നഭസി
മേഘൗഖോ രേണുർവാ പാർത്ഥിവോനിലെ ഏവം ദൃഷ്ടരി ദൃശ്യത്യമാരോപിതാം അബൗദ്ധിവീം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വായിക്കട്ടെ മോനെ പ്രഭു. വിവർത്തനം വായിച്ചോളൂ. മേഘങ്ങളെയും പൊടിപടലങ്ങളെയും വഹിച്ചു കൊണ്ടുപോകുന്നത് വായുവാണ്. എന്നാൽ ആകാശം മേഘാവൃതമാണെന്നും വായു പങ്കിലമാണെന്നും അല്പബുദ്ധികൾ പറയുന്നു. അതേപോലെ ഭൗതിക ശരീര സങ്കല്പങ്ങളെ അവർ ചേതനാത്മാവിൽ ആരോപിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ ബാക്കി ഇവിടെ പറയുന്നു. അതായത് ഈ ഒരു രൂപത്തെക്കുറിച്ച് പറയുന്നു. അതായത് താൽക്കാലികമായിട്ട് ഭഗവാൻ ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള, അതായത് ഈ ഒരു ബുദ്ധി കുറവുള്ള ആളുകളെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇതിനും കൂടുതൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക്, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ തന്നെ അതാണ് പറയുക അബുദ്ധി അങ്ങനെയുള്ളവർക്ക് ആകെ ഇതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ ഈ ഒരു രൂപത്തെ നമ്മൾ ഈ വിശ്വരൂപത്തെ അല്ലെങ്കിൽ വിരാട് രൂപത്തെ ആ ഒരു ആവിഷ്കാരം അങ്ങനെയാണ്. ഇവിടെ ഉദാഹരണം പറയുന്നത് എങ്ങനെയാണോ വായു പൊടിപടലങ്ങളും അതേപോലെ മേഘത്തെയും കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ബുദ്ധി ഇല്ലാത്തവർ പറയും, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വായു അല്ലെങ്കിൽ എയർ പൊടി കൊണ്ട് മലിനമാവുന്നു, അല്ലെങ്കിൽ ആകാശത്തിൽ അത് മേഘങ്ങൾ വരുന്നു എന്ന് പറയുന്നു. ആക്ച്വലി ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആക്ച്വലി ആകാശത്തിൽ ആക്ച്വലി ഒന്നും മിക്സ് ആവുന്നില്ല. ആകാശം പ്യുവറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ ഈ മേഘങ്ങൾ വന്ന് മൂടുന്ന സമയത്ത് ആകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ താൽക്കാലികമായിട്ട് കുറച്ച് സമയത്തേക്ക് അവിടെ ഒരു വെളിച്ചക്കുറവോ അല്ലെങ്കിൽ ഒരു മൂടലും ഉണ്ടാവും. പക്ഷേ അത് ആകാശത്തെ ബാധിക്കുന്നില്ല. അതേപോലെ ഈ പൊടിപടലങ്ങൾ, നമ്മൾ എയർ പൊല്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ പറയും, ശരിയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ആക്ച്വൽ എലമെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ അവിടെ ഒരു മിക്സിങ് വരുന്നില്ല. പക്ഷേ ഈ വായു ഇതിനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്, വായു ഇതിനെ ക്യാരി ചെയ്യുന്നു. അതുകൊണ്ടാണ്, അപ്പോൾ ക്യാരി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നു, അതായത് ഇത് ഇവിടെ പൊടിയുണ്ട്, അല്ലെങ്കിൽ ഇത് ആകാശം മൂടിയിരിക്കുകയാണ് മേഘം കൊണ്ട് എന്നുള്ളത്. എന്നാൽ ഇതെല്ലാം സെപ്പറേറ്റ്ലി അതിന് ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഒന്നും കണ്ടാമിനേറ്റ് ആവുന്നില്ല ശരിക്കും. അല്ലെങ്കിൽ ഈ എയർ എന്ന് പറയുന്ന എലമെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പറയുന്ന എൻവയോൺമെൻറ്റൽ ആ ഒരു കാര്യമല്ല പറയുന്നത്, എയർ പൊല്യൂഷൻ്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ ഭൂമി, അപ്പോ, അനലോ, വായു, ഖം എന്ന് പറയുന്ന ഓരോ എലമെൻറ്റുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിൽ തന്നെ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഇതിൻ്റെ ഓരോ ലെയറുകളുണ്ട്. അപ്പോൾ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഈ മൂലകങ്ങളൊക്കെ ആ മൂലകങ്ങളായിട്ട് ലയിക്കും, അല്ലെങ്കിൽ ചേരുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ശുദ്ധമായിട്ടുള്ളൊരവസ്ഥയുണ്ട്, അതൊരിക്കലും മാറുന്നില്ല. എന്നാൽ ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതിൽ പല മിക്സായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എന്നാലും ഓവറോൾ ആ ഒരു എലമെൻറ്റിന് ഒന്നും സംഭവിക്കുന്നില്ല, അത് കണ്ടാമിനേറ്റ് ആവുന്നില്ല, അത് ആസിറ്റീസ് തന്നെയുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നത് ബുദ്ധിയുള്ള ആളുകൾക്ക്, ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലാത്തവർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഭഗവാന്റെ വിശ്വരൂപം പോലുള്ള അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രൂപത്തെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും മനസ്സിലാക്കുന്നതിന് വലിയ കാര്യമാണ്. ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ വിശ്വരൂപത്തെ പോലും വിശ്വാസമില്ലാത്ത ആളുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്നാൽ ഭക്തരെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ, ഭക്തർ ആരും ആഗ്രഹിക്കുന്നില്ല ഭഗവാന്റെ ഈ വിശ്വരൂപം പോലുള്ള രൂപത്തെ ആരും മെഡിറ്റേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഭഗവാന്റെ രൂപത്തെയാണ്, ഒറിജിനൽ രൂപത്തെ, ശ്യാമസുന്ദര രൂപത്തിലെ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം, അനന്തപത്മനാഭസ്വാമിയുടെ രൂപം, അതെല്ലാം ഒറിജിനൽ രൂപങ്ങളാണ്. കാര്യം അങ്ങനെയുള്ള അവതാരങ്ങളുണ്ട് ഭഗവാന്. എന്നാൽ ഇത് ഇമാജിനറി, അല്ലെങ്കിൽ ഇമാജിനറി എന്ന് ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു കൺസെപ്ഷനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു,
അദ്ദേഹം പല ഉദാഹരണങ്ങളോടെ പറയുന്നു. അതായത് അദ്ദേഹം പറയുന്നു, നമ്മുടെ എങ്ങനെയാണോ ആത്മാവ്, നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്, നമുക്കറിയാം. ആത്മാവിനെ ശരീരം, പുറമേ കാണുന്ന സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം കൊണ്ടും മൂടിയിരിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ആത്മാവ് കവറിങ് ഉണ്ട്, അല്ലേ? അതായത് കവറിങ് ഉണ്ട്, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരം കൊണ്ട് കവറിങ് ഉണ്ട്. അതേപോലെ ഭഗവാന്റെ ആക്ച്വൽ രൂപത്തെ നമുക്ക് കാണണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഭഗവാന്റെ കൃപ നമുക്ക് ആവശ്യമാണ്, ഭഗവാന്റെ രൂപം കാണണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, അതായത് ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഭഗവാന്റെ ആ ശ്യാമസുന്ദര രൂപത്തെ മെഡിറ്റേറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് അവർക്കത് ഒരിക്കലും അവരുടെ ഉള്ളിൽ ആ ഒരു രൂപം കയറുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതേപോലെ വിരാട്ട രൂപത്തേക്ക് അവർക്ക് ആരാധിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആവിഷ്കാരം. ഇതാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നു, പ്രഭുപാദ് വേറൊരു ഉദാഹരണം പറയുന്നത്, കാറിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഭഗവാനെ ഇതേപോലെ ശ്യാമസുന്ദരനെ പ്രോപ്പർലി, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലുള്ള നാരായണനെ അങ്ങനെ ആസ് ഇറ്റ് ഈസ് എങ്ങനെയാണോ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇവിടെ ഈ വിരാട്ട രൂപം കാണിക്കുന്നു. അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ഈ കാറിലിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ എന്താ പറയുക, അതായത് ആ വ്യക്തിയെ കാറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണം പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രസിഡൻറ്റ് കാറിൽ പോവുകയാണെങ്കിൽ നമ്മൾ പറയും, കാറ് കാണുമ്പോൾ പറയും അതിനകത്ത് പ്രസിഡൻ്റ് ഉണ്ടെന്ന് പറയും, ദാ പ്രസിഡൻറ്റ് പോകുന്നു എന്ന് പറയും. ആക്ച്വലി പോകുന്നത് കാറാണ്, അതിനകത്തിരിക്കുന്ന ആൾ ഭഗവാനാണ്, അകത്തിരിക്കുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കാറിനെ അതിനകത്തുള്ള പ്രസിഡൻ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതേപോലെ ഈ കാറ് പോലെയാണ് ഈ വിശ്വരൂപം. ആക്ച്വലി അതിനകത്ത് ശ്യാമസുന്ദർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, പക്ഷേ ആ ശ്യാമസുന്ദരനെ കാണാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ലാത്തതുകൊണ്ട് അവർ കാണുന്നത് പുറമേയുള്ള കാറ് മാത്രമാണ്. പക്ഷേ കാറിനെ അവർ അംഗീകരിക്കുന്നു, അത് സഞ്ചരിക്കുന്നൊരു വാഹനമാണ് പ്രസിഡൻറ്റിനെ. ബട്ട് അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും അവർ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ് മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും ആരാണോ ഉള്ളിലുള്ള പ്രസിഡൻറ്റിനെ ശരിക്കും തിരിച്ചറിയുന്നത് അവർക്കാണ് ബുദ്ധിയുള്ളത്, അവരാണ് ബുദ്ധിശാലികൾ. അതേപോലെ ഭഗവാൻ വൈകുണ്ഠത്തിലിരിക്കുന്നു, ഗോലകവൃന്ദാവനത്തിലുണ്ട്. അങ്ങനെയുള്ള ഭഗവാന്റെ അങ്ങനെയുള്ള അല്ലെങ്കിൽ ആധ്യാത്മിക ലോകത്തിലുള്ള ഭഗവാന്റെ രൂപത്തെ, അല്ലെങ്കിൽ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിയുള്ളവർക്കേ സാധിക്കുകയുള്ളൂ. സാധിക്കാത്തവർ ഇതുപോലെ വിശ്വരൂപം പോലുള്ള കാര്യങ്ങൾ, അതായത് താഴെ ഉള്ള കാര്യങ്ങളിൽ അവർ മനസ്സിലാക്കുന്നു അറ്റ്ലീസ്റ്റ്. സോ അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആവിഷ്കാരം എന്നുള്ളത് ഇവിടെ പറയുന്നു. ഓക്കെ, അടുത്ത ശ്ലോകം ഇതുമായിട്ട് സംബന്ധിച്ച ശ്ലോകങ്ങളാണ് 34 ശ്ലോകം വരെ. അപ്പം നമുക്ക് എന്തായാലും അടുത്ത ശ്ലോകം നോക്കാം. 32. അതാപരം യത് അവ്യക്തം അവയൂഢഗുണ ബൃംഹിതം അദൃഷ്ടാശ്രുത വസ്തുത്വാത് സ ജീവോ യത് പുനർഭവഃ. ഓക്കെ, വിജി മാതാജി ഉണ്ടോ? വിജി മാതാജി. ഓക്കെ ഓക്കെ, സുവർണപ്രഭ മാതാജി ഉണ്ടോ? റൈറ്റ്. ഷീല മാതാജി, ഷീല സുദർശൻ മാതാജി. ഓക്കെ, യെസ്. ഹരേ കൃഷ്ണ. വിജി ഓം നമോ ഭഗവതേ വാസുദേവായ. വിജി മാതാജി ഉണ്ട്, ഒരു മിനിറ്റ്. മാതാജിക്ക് അടുത്ത ശ്ലോകം തരാം കേട്ടോ. വിജി മാതാജി വായിക്കൂ, ആദ്യം പേരെ വിളിച്ചത്. ഹരിബോൽ വായിക്കൂ. കേൾക്കുന്നില്ല.
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിജി മാതാജി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വായിക്കാത്തത്. മാതാജിയെ വിജി മാതാജി തന്നെയാണോ? അല്ല, ഞാൻ ഷീല സുദർശനൻ. ഷീല വിജി മാതാജി കേൾക്കുന്നില്ല. അപ്പോൾ ഷീല മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 32. അതപരം യദവ്യക്തം അവ്യൂഢഗുണബൃംഹിതം അദൃഷ്ടാശ്രുതവസ്തുത്വാൽ സജീവോയൽ പുനർഭവഃ. വിവർത്തനമായി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ സ്ഥൂല തത്വസ്വരൂപത്തിന് അതീതമായി അവ്യക്തവും അദൃശ്യവും അശ്രുതിയും അവ്യൂഢവും ഗുണബൃംഹിതവുമായ മറ്റൊരു സൂക്ഷ്മ സ്വരൂപ തത്വമുണ്ട്. ജീവാത്മാവിന് ഈ സൂക്ഷ്മതയ്ക്കും അതീതമായി അതിൻ്റെതായ സ്വരൂപമുണ്ട്. അല്ലാത്തപക്ഷം അവന് ആവർത്തന ജന്മങ്ങൾ ഉണ്ടാവുകയില്ലല്ലോ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നത് ഇപ്പം വിരാട്ട രൂപത്തെക്കുറിച്ച് നമ്മൾ മുന്നിൽ പറഞ്ഞു. ഇവിടെ പറയുന്നത് ജീവാത്മാവിനെ കുറിച്ചാണ്. അതായത് ജീവാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്. അതാണ് പറയുന്നത്. ഈ സ്ഥൂല ശരീരത്തിനപ്പുറത്ത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ട് പറയുന്നു വെച്ചാൽ അത് ഞാൻ പറയാം. അതിനു മുമ്പ് ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജീവാത്മാവിന് എങ്ങനെയാണോ സൂക്ഷ്മ ശരീരം, സ്ഥൂല ശരീരത്തിനപ്പുറത്ത് സൂക്ഷ്മ ശരീരമുള്ളത്, അതേപോലെ തന്നെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഒരു ബ്രഹ്മാണ്ടം എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അതിന് സൂക്ഷ്മമായിട്ടുള്ളതും സ്ഥൂലമായിട്ടുള്ളതും ഉണ്ട്. അതായത് സൂക്ഷ്മമായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റാത്തതാണ്, സ്ഥൂലമായിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്, അല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. മനസ്സും ബുദ്ധിയും മിഥ്യാഹങ്കാരത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ പറയുന്നു, നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചം എടുക്കുവാണെങ്കിൽ അതിൽ കാണാൻ സാധിക്കുന്നതുകൊണ്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട്, രണ്ടുമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഈ ഒരു കമ്പാരിസൺ ഇവിടെ തന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടാണ്. അതായത് കാണുന്നത് അല്ലാതെ ഗ്രോസ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നു, അതിനപ്പുറത്ത് കാണാത്തതുമായിട്ടുള്ള കാര്യം. നമുക്ക് എല്ലാ എലമെൻറ്റ്സും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 24 മൂലകങ്ങളിലെ പലതും അതിൻ്റേതായിട്ടുള്ള ആ ഒറിജിനൽ ആയിട്ടുള്ള അതിൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നില്ല. നമ്മൾ കാണുന്നത് ശരീരമായിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നതുമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഭാഗം അവിടെയുണ്ട്. അപ്പം നമുക്ക് സാധാരണ ഒരു ജീവാത്മാവിനെ സംബന്ധിച്ച് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരവും ഉള്ളതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്ഥൂലമായിട്ടുള്ളത് ഉണ്ട്, അതേപോലെ സൂക്ഷ്മമായിട്ടുള്ള ഭാഗവും ഉണ്ട്. ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം പ്രഭുപാദ് ഇവിടെ പറയുന്നു ഭാവാർത്ഥത്തിൽ, ഭഗവാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭഗവാന് അതീന്ദ്രിയമായിട്ടുള്ള രൂപമാണുള്ളത്. ആ രൂപം സ്ഥൂലവും സൂക്ഷ്മത്തിൽ പെടുന്നതല്ല, നമ്മളെപ്പോലെ സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം എന്നുള്ളതല്ല. ഭഗവാന്റെ ശരീരം, ഭഗവാന്റെ ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് അതീന്ദ്രിയമാണ്, അദ്ദേഹത്തിൻ്റെ രൂപം അതീന്ദ്രിയമാണ്. അത് ഇവിടെ ഉള്ള സ്ഥൂലവും സൂക്ഷ്മമായിട്ടുള്ള കമ്പാരിസണൊന്നും അവിടെ നടക്കില്ല. നമ്മളിപ്പോൾ മറ്റുള്ള ഭൗതിക പ്രപഞ്ചവും അല്ലെങ്കിൽ നമ്മളായിട്ടുള്ള ജീവാത്മാവിൻ്റെ നമ്മളെ ഓരോരുത്തരുടെയും കാര്യമാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ പ്രഭുപാദ് അപ്പോൾ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭഗവാനെക്കുറിച്ച്. അപ്പോൾ ഭഗവാനും ഇതേപോലെ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്, അങ്ങനെയില്ല. ഭഗവാന്റെ ശരീരം അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് അതീന്ദ്രിയമാണ്. ഓക്കെ, അത്രയും നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു. യത്രേ മേ അസദ്രൂപേ പ്രതിഷ്ഠിതേ സ്വസംവിദ അവിദ്യായാത്മാനി കൃതേ ഇതി തദ് ബ്രഹ്മദർശനം. ഓക്കെ,
റൈറ്റ്. ഇനി വായിക്കാനുള്ളത് രത്നമാതാജി ഉണ്ടെങ്കിൽ വായിച്ചോളൂ. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യത്ര മേ സദത്രൂപേ പ്രതീക്ഷിതേ സ്വസംവിദ അവിദ്യാത്മാനി കൃതേ ഇതി യത് ബ്രഹ്മദർശനം. വിവർത്തനം ശ്രീല പ്രഭുപാദത്തിജി. ഇപ്പോൾ ഒരാൾ ആത്മസാക്ഷാത്കാരത്താൽ സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരങ്ങൾക്ക് വിശുദ്ധ ആത്മാവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഗ്രഹിക്കുന്നുവോ അപ്പോൾ അയാൾ തന്നെയും അതുപോലെ ഭഗവാനെയും ദർശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നത് ഒരു വ്യക്തി ഈ സ്ഥൂലവും സൂക്ഷ്മവും അതിനും അപ്പുറത്ത് കാര്യങ്ങൾ കാണുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മദർശനം ഉണ്ടാവും എന്നുള്ളത്. അതായത് സൂക്ഷ്മ സ്ഥൂല ശരീരം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഭൗതിക ലോകത്തിലെ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനപ്പുറത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക്, കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ഭഗവാൻ എടുക്കുകയാണെങ്കിൽ സ്ഥൂല സൂക്ഷ്മ എന്ന് പറയുന്ന ഇങ്ങനെ ഒന്നും അവിടെ ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആധ്യാത്മിക ലോകത്തിൽ ഇതൊന്നും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഇതിനപ്പുറത്തൊരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന, ഈവൻ നമ്മുടെ ആത്മാവ്, നമ്മുടെ ഓരോരുത്തരുടെ ഐഡൻറ്റിഫിക്കേഷൻ ആണെങ്കിലും ഇതിൽ നമ്മൾ ഓർക്കണം, നമ്മൾ ആത്മാക്കളാണെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും നമ്മുടെ കൂടെ ഉണ്ട് ഇപ്പോൾ, ശരിയാണ്. പക്ഷേ അത് ടെമ്പററി ആയിട്ടുള്ളൊരു സംഭവമാണ്. സ്ഥൂല ശരീരം ഉപേക്ഷിച്ച് നമ്മൾ ഓരോ ശരീരം മാറുന്നുണ്ട്. സൂക്ഷ്മ ശരീരം നമ്മുടെ കൂടെ അവസാനം വരെ കൂടെയുണ്ട്. അതായത് അവസാനം വരെ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ സൂക്ഷ്മ ശരീരം നമ്മുടെ കൂടെയുണ്ട്, പോകുന്നില്ല. അതേ നമ്മളിപ്പോൾ ക്യാരി ചെയ്യുന്ന മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇത് ജന്മജന്മാന്തരങ്ങളായിട്ട് ഒന്ന് തന്നെയാണ്. അതിൽ കൂടുതൽ കർമ്മങ്ങൾ ആഡ് ചെയ്യുന്നു, കൂടുതൽ പല എന്താ പറയുക ഇംപ്രഷൻസ് വരുന്നു എന്നല്ലാതെ ആൾ മാറുന്നില്ല. സൂക്ഷ്മ ശരീരം മാറുന്നില്ല, സ്ഥൂല ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ഇങ്ങനെയാണ്, നാളെ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്കറിയില്ല, എവിടെ ജനിക്കുന്നു എന്നറിയില്ല, മൃഗമാവോ മനുഷ്യനാവോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്, മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പ്രഭുപാദ് ഇവിടെ പറയുന്നു, ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ആത്മസാക്ഷാത്കാരം നേടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സ്ഥൂല ശരീരത്തിൻ്റെയും സൂക്ഷ്മ ശരീരത്തിൻ്റെയും ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് പുറത്തു വരും. അതായത് ആത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത്, ആത്മാവിൻ്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊടുക്കും. അങ്ങനെയുള്ളവരെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ജീവമുക്തരെന്ന് പറയും എന്ന് പറയുന്നു. അതായത് ഉദ്ദേശിക്കുന്നത് ഒന്നുമല്ല, വേറൊന്നുമല്ല. അതായത് നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സാവാച കർമ്മണ കൊണ്ട് നമ്മൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഈ ലോകത്തിലിരിക്കുമ്പോഴും നമ്മൾ മുക്തരാണ്, ജീവൻ മുക്തരാണ് എന്നാണ് പറയുന്നത്. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ആക്ച്വലി ഇത് ഭക്തിരസാമൃതത്തിലൊരു ശ്ലോകമാണ്. ഇഹായസ്യ ഹരേർ ദാസ്യേ കർമ്മണ മനസാഗിര നിഖിലാസു അപി അവസ്ഥാസു ജീവൻ മുക്താസ ഉച്ചതേ. ഭക്തിരസാമൃതത്തിൽ വരുന്നു, ഇഹായസ്യ ഹരേർ ദാസ്യേ കർമ്മണ മനസാഗിര. ഇവിടെ പറയുന്നു മനസാ വാച കർമ്മണ, നമ്മൾ മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും അതേപോലെ നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവത് സേവനങ്ങൾ, നാവും എല്ലാം മനസ്സും എല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ജീവമുക്തരാണ്, അങ്ങനെയുള്ള ആളുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്, ആ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെയാണ് പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു. ജീവൻ മുക്ത എന്ന് ഇവിടെ പ്രഭുപാദ് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളും എല്ലാം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയായിരിക്കും അവസ്ഥ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അവസാനത്തെ ഒരു ശ്ലോകം കൂടെ എടുക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൻ തീരുകയാണ്. അതുകൊണ്ട് അത് നാളെ നമുക്ക് 35 മുതൽ പഠിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷൻ ആ വിരാട്ട രൂപത്തെക്കുറിച്ചും ജീവാത്മാക്കളെക്കുറിച്ചും പറയുന്ന ആ ഒരു സെക്ഷനാണ്. നമുക്കത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഈ ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം. ഒരു 5 മിനിറ്റ് കൂടെ സമയം വേണ്ടി വരും. ഓക്കെ. യദി ഈശോ പരതാ ദേവി
വൈശാരദീമതിഃ സമ്പന്ന ഏവേതി വിധുർ മഹിംനി സ്വേ മഹീയത്തെ. ശ്ലോകം വായിച്ചോളൂ. ദേവു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരിബോൾ. യദ്യോഷോ പരദാ ദേവി മായാ വൈശാരദീമതി സമ്പന്ന ഏവേദി വിദുർ മഹിമിനി സ്വമഹിഹതേ. വിവർത്തനം വായിക്കട്ടെ. വിവർത്തനം ബൈ ശ്രീ പ്രഭാത് കി ജയ്. ഭഗവത് കൃപയാൽ മായാപ്രഭാവം ശമിക്കുകയും ജീവാത്മാക്കൾ വിജ്ഞാനത്താൽ സമ്പൂർണമായി സമ്പന്നരാകുകയുമാണെങ്കിൽ അനന്തരം അവൻ തൽക്ഷണം ആത്മസാക്ഷാത്കാരത്താൽ പ്രബുദ്ധനാകുകയും അപ്രകാരം അവന്റെ സ്വമഹാത്മ്യത്തിൽ നിവിഷ്ടനായി തീരുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു ഈ അവിദ്യ പോകുമ്പോൾ, അതായത് ഈ മായാ ലോകം ആണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ ഇവിടെ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. മായയാണ്, ഇതിനപ്പുറത്തൊരു കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ധരിക്കുന്ന ആൾക്കാരാണ് ഈ ലോകത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രഭാവം, മായയുടെ പ്രഭാവം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് അറിവ് വരുമ്പോൾ, അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടേതായിട്ടുള്ള ആ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പൊസിഷനിൽ, അതാണ് പറയുന്നത് മഹിംനി സ്വേ മഹീയത്തെ. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട്. അതായത് നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്, ഭഗവാന്റെ സേവകരാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുന്നു. അതായത് മായാശക്തി ഇവിടെ പ്രഭാവം കുറയുമ്പോൾ, ആത്മീയമായിട്ടുള്ള അറിവുകളും അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ, ആത്മീയജ്ഞാനം കിട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടേതായിട്ടുള്ള ആക്ച്വൽ നമ്മൾ ആരാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ഓരോ വ്യക്തികളും ഭഗവാന്റെ അംശമാണ്, ഭഗവാന്റെ സേവകരാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ വിശാരദി എന്നുള്ള വാക്ക് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ വിശാരദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അറിവുമുള്ള വ്യക്തി എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നു വിശാരദി എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം കൂടെ ഇവിടെ പറയുന്നത്, അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആരാണോ ഭഗവാനെ ചിന്തിക്കുന്നത് അവരാണ് വിശാരദി. എന്നിട്ട് പറയുന്നു ഈ മായയുടെ ആ ഒരു പ്രഭാവം കുറയുമ്പോൾ ജീവാത്മാക്കൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഭക്തിമാർഗത്തിൽ ഇപ്പോൾ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ മായയുടെ ഇൻഫ്ലുവൻസ് കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത്. അതാണ് പറയുന്നത്. എന്നാൽ അപ്പോൾ ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നതാണ്, മായയുടെ പ്രഭാവം കുറയുമ്പോൾ, ഇൻഫ്ലുവൻസ് കുറയുമ്പോൾ ജീവാത്മാക്കൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതുകൊണ്ട് വിശാരദി മതിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഭഗവാനെ ഓർക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ ചിന്തകൾ ആർക്കാണോ വരുന്നത്, ഭഗവാനെക്കുറിച്ച് ആരാണോ ഓർക്കുന്നത് അവരാണ് വിശാരദി മതിഹി എന്ന് അദ്ദേഹം പറയുന്നു. വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നു കൂട്ടത്തിൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഭഗവാനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. അതും നമ്മൾ ഓർക്കണം. അതും ഇവിടെ പറയുന്നുണ്ട്, ഭഗവാന്റെ കൃപ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ആ മായ പ്രഭാവം കുറയുന്നതും ഭഗവത് ചിന്തകൾ വരുന്നതും അത് സംഭവിക്കുന്നത് ഇവിടെ പറയുന്നു സമ്പന്ന, വിശാരദി മതി സമ്പന്ന എന്ന് പറയും. സമ്പന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നമായിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഭഗവത് കൃപ കൊണ്ടാണ് ശരിക്കും. ഇനി ഇതില്ലാത്തവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്നാണ് പറയുന്നത്. അതും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലുള്ളവർ അവനവൻ്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കുന്നു, നമ്മൾ ആരാണെന്നുള്ളത് തിരിച്ചറിയുന്നു, ഭഗവാനുമായിട്ടുള്ള ഒരു കണക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇതല്ലാത്തവരുടെ കാര്യം നേരെ തിരിച്ചിട്ടാണ്. കാര്യം അവരുടെ ജീവിതത്തിലെ മായയുടെ പ്രഭാവം കൂടുതലായിരിക്കും. അപ്പോൾ ഭഗവത് ചിന്തകളില്ല, അവരുടെ ബുദ്ധി ശരിയായിട്ടൊരു രീതിയിലായിരിക്കില്ല ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവർക്ക് അവനവൻ്റേതായിട്ടുള്ള അവസ്ഥ, നമ്മൾ ആരാണ് എന്നുള്ള തിരിച്ചറിവ് പോലും അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവില്ല.
എന്ന് ഇവിടെ നമ്മുടെ ആചാര്യന്മാർ ശീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും പ്രഭുപാദും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നു. ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ ശക്തികളെക്കുറിച്ച് പറയുമ്പോൾ ബഹിരാംഗ ശക്തിയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തടസ്ഥ ജീവാത്മാക്കളാണ്. തടസ്ഥ ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ ആന്തരിക ശക്തിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ബഹിരാംഗ ശക്തിയിലിരിക്കാം. 2 ഓപ്ഷനുണ്ട്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലാണ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൗതിക ലോകത്തിലിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മൾ മാറ്റുന്നത്? അപ്പോൾ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഒരിക്കൽ ബഹിരാംഗ ശക്തിയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ല. ജയിലിലേക്ക് വന്ന പോലെയാ. അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതായിട്ടുള്ള നമ്മൾ സമയം ആവണം, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം. വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ. കഴിഞ്ഞ ദിവസം ഞാൻ ഉദാഹരണം പറഞ്ഞ പോലെ, അത് ഇവിടെയാണോ ഏത് ക്ലാസ്സിലാണോ എന്ന് ഓർമ്മയില്ല, സ്പൈഡർ വെബ് പോലെ. അതായത് ചെലന്തി വല നോക്കിക്കഴിഞ്ഞാൽ ചെലന്തിക്ക് മാത്രമേ ആ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പത്തിൽ ചെലന്തി നീങ്ങിപ്പോവും. എന്നാൽ ഏതെങ്കിലും വേറെ ഒരു പ്രാണി അതിൽ പെട്ടുകഴിഞ്ഞാൽ അതിന് ഒരു കാരണവശാലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെയുള്ള കുരുക്കാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ ചെലന്തി വലയിൽ പെട്ട പോലെയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ചെലന്തിയുടെയാണ് വല. അതായത് മായ എന്ന് പറയുന്നത് ഭഗവാന്റേതാണ്. മായാശക്തി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയാണ്, അല്ലേ? ഭഗവാൻ പറയുന്നുണ്ട്, ദേവിഹി ഏഷ ഗുണമയി മമ മായ ദുരത്യയ മാം ഏവയെ പ്രപത്യന്തേ മായാമേതാം തരന്തിതേ. അപ്പോൾ ഈ ചെലന്തി വല, അല്ലെങ്കിൽ ഭൗതികലോകമാകുന്ന ഈ ചെലന്തി വല അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഭഗവാന്റെ ബഹിരാംഗ ശക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഓണർ ആരാണ്? ചെലന്തി വലയുടെ ഓണർ ചെലന്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ ആരാണ്? ഭഗവാനാണ്. കാര്യം മായാശക്തിയും ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചെലന്തിയെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പെടുന്ന പ്രാണിക്ക് ഒരിക്കലും ചെലന്തിയെ ആശ്രയിക്കാൻ സാധിക്കില്ല, അതിനെ കഴിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നു. അപ്പോൾ ചെലന്തിയെ ഏതെങ്കിലും ഒരു അതിൽ പെടുന്ന പ്രാണി ആശ്രയിക്കുകയാണെങ്കിൽ അതിനെ കഴിക്കാത്തൊരു ചെലന്തിയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അത് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഇതിനും രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ ചെലന്തി ഈസി ആയിട്ട് പുറത്തേക്ക് വരുന്ന പോലെ കൂട്ടത്തിൽ ഈ പ്രാണിക്കും പുറത്ത് വരാൻ സാധിക്കും. അതേപോലെ നമ്മൾ ഈ ഇതിൻ്റെ ഓണർ ആരാണോ? ഭഗവാൻ. അതാണ് ഭഗവാൻ പറയുന്നത്, മമമായ ദുരത്യയ, മമമായ എൻ്റെ മായ, എൻ്റെ ശക്തിയാണ് ഇതെല്ലാം. ദുരത്യയ, എളുപ്പമല്ല ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നത്. ചെലന്തി വല പോലെയാണ്. പക്ഷേ മാം ഏവയെ പ്രപദ്യന്തേ, എന്നെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, മായമേതം തരന്തിതേ, അവർക്ക് ഈസിയാണ് ക്രോസ് ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം കൂടെ ഇവിടെ പഠിക്കുന്നു. ശീലപ്രഭാത് ഒരു ഉദാഹരണം കൂടെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ കറണ്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ ഒരു ശക്തി, ഭൗതിക ശക്തി, ഭൗതിക ലോകത്തിലെ ശക്തി എന്ന് പറയുന്നത് മായശക്തിയാണ്. എന്നാൽ അത് നമ്മളെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ വേണ്ട രീതിയിൽ അതിനെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നു. പ്രഭുപാദ് എന്നിട്ട് പറയുന്ന ഉദാഹരണം ഇതാണ്. ഒരു ഇലക്ട്രീഷ്യൻ ഒരേ കറണ്ട് ഉപയോഗിച്ച് AC-യും പ്രവർത്തിപ്പിക്കും, ഹീറ്ററും പ്രവർത്തിപ്പിക്കും. കറണ്ട് സെയിമാണ്, പക്ഷേ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെ ഹീറ്ററാക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ കൂളിംഗ് ആയിട്ടുള്ള AC ആക്കാം. അപ്പോൾ ഒരേ സംഭവത്തെ അതേപോലെ ഈ ശക്തി നമ്മൾ ഈ ലോകത്ത് ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഇരിക്കുന്ന സമയത്തും നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ശ്രീമദ് ഭാഗവതവും അതേപോലെ നാമവും സത്സംഗവും ഒക്കെ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഈ ഒരു ശ്ലോകത്തിൽ നിന്നും നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. കുറച്ച് സമയം കൂടുതലെടുത്തു, എന്നാലും നമ്മൾ ഈ ഒരു സെക്ഷൻ തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु श्रीला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, गौड़ीय गुरुवृंद की जय, निताय गौर प्रेमानंदे. हरे कृष्ण, प्रणाम. പ്രഭു, ഇതിനകത്ത് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട് പ്രഭു. പിന്നെ ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് സ്ഥൂലമുണ്ട് സൂക്ഷ്മമുണ്ടെന്ന് പറയുന്നു. അപ്പൊ അത് മനസ്സ്, ബുദ്ധി, അഹങ്കാരമാണ് സൂക്ഷ്മം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മം എന്താണ് പറയുക? അതായത് ഓരോ എലമെന്റുകളും നമ്മൾ ഈ പറയുന്ന എല്ലാ നമുക്ക് കാണാൻ, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ സൂക്ഷ്മമായിട്ടുള്ള ഈ മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ഇതിൻ്റേതായിട്ടുള്ള ഈ എലമെൻറ്റ്സ് എല്ലാം, ഈ മൂലകങ്ങളൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്.
പക്ഷെ അത് നമുക്കും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് നമ്മുടെ സ്ഥൂല ശരീരം നമ്മുടെ സൂക്ഷ്മ ശരീരം ഈ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ ശരീരത്തിലേക്ക് ലയിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. മനസ്സിലായില്ല? അപ്പോൾ നമുക്കുള്ളതുപോലെ പ്രപഞ്ചത്തിനും നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷ്മമായിട്ടുള്ളതും ഉണ്ട്. അതാണ് അത് നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് കാണാൻ സാധിക്കാത്തതിനെ സൂക്ഷ്മം എന്ന് പറയുന്നു. കാണുന്നതിനെ സ്ഥൂലമായിട്ട്, പുറമേ കാണുന്നത് ഗ്രോസ് ആയിട്ടുള്ളതിന് അതാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം. താങ്ക് യു. ഈ വിരാട് പുരുഷൻ ആർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അത് മാത്രം ഒന്ന് പറഞ്ഞു. വിരാട്ട പുരുഷൻ നമ്മൾ പറഞ്ഞു ബുദ്ധി കുറവുള്ള ആളുകൾ എന്ന് പറഞ്ഞു. അതായത് ഭഗവാന്റെ ശരിയായിട്ടുള്ള രൂപത്തെ വൈകുണ്ഠത്തിലൂടെ ഇരിക്കുന്ന നാരായണന്റെ രൂപമോ അല്ലെങ്കിൽ ശ്യാമസുന്ദര കൃഷ്ണൻ, വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ രൂപമോ അതൊന്നും ആ രൂപങ്ങളെയൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വിരാട്ട രൂപം. കാര്യം അവരെ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അവരെ സംബന്ധിച്ച് ഭഗവാനും എല്ലാ ചരാചരങ്ങളും ഉണ്ട്, പരമാത്മാവായിട്ടുണ്ട്, സർവ്വവ്യാപിയാണ്. ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ അവർക്കുള്ളൂ. അതിനപ്പുറത്ത് ഇതൊക്കെ ശരിയാണ്, ഭഗവാന്റെ ഒരു ആവിഷ്കാരങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിനപ്പുറത്ത് വൈകുണ്ഠ ലോകങ്ങളുണ്ട് എന്നുള്ളതും അവിടെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നുണ്ട്, അവിടെ നിത്യലീല നടക്കുന്നുണ്ട്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വിശ്വരൂപം. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. വിരാട് രൂപം വിശ്വരൂപം ഒന്നാണോ? അതെ. ഹരേ കൃഷ്ണ. അതെ. ഹരേ കൃഷ്ണ. നമ്മുടെ സർവപാലക പ്രഭുജി യാതൊരു ഒരു മുടക്കവും കൂടാതെ തന്നെ നമുക്ക് പൂർണ്ണമായി നിത്യം ഭാഗവത നിത്യവും നമുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം 3 ദിവസമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നമുക്ക് 7 ദിവസവും കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പഞ്ചകൽപതരൂപേച്ച കൃപാ സിന്ധുപേച്ച പതിദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കോടി വൈഷ്ണവ വൃന്ദയ്ക്ക് ഹരിനാമ സങ്കീർത്തന യജ്ഞയ്ക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രയ്ക്ക് ശില പ്രഭുപാദയ്ക്ക് ജയ്. ശ്രീ അനന്ത പത്മനാഭ സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദ്. പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു.